ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ സ്പൈസി സ്പഗെറ്റി. മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. വളരെ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചു. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ ശരിയാക്കുന്നുള്ളൂ. അതിലേക്ക് ഞാൻ ഒരു 200 ഗ്രാം സ്പഗെറ്റി ഇടുക. ഇത് ഒരു പാക്കറ്റ് നമുക്ക് 400 ഗ്രാമാണ് കിട്ടുക. ഇതിൻ്റെ പകുതിയെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പഗെറ്റി ഇടാം. ഒരു പാക്കറ്റിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. 400 ഗ്രാം, ഇതിപ്പോൾ 200 ഗ്രാമേ ഉള്ളൂ. അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിങ്ങനെ ഈ വെള്ളത്തിലങ്ങ് താഴ്ന്നു പൊക്കോളും. നമ്മൾ മുറിച്ചിടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഏത് എണ്ണ ആയാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. അത് ഈ സ്പഗെറ്റി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, പരസ്പരം ഇങ്ങനെ വേർപെട്ട് കിടക്കാനായിട്ടേ ഹെൽപ്പ് ചെയ്യാനാണത്. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം എടുക്കുമ്പോഴേക്കും വേഗം ഇതൊരു 80% വരെ നമുക്ക് കുക്കായി കിട്ടാവുള്ളൂ. ഒത്തിരി കുക്കായി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എന്താ പറയുക, കുഴഞ്ഞു പോകുമെന്ന് പറയില്ലേ, അതുപോലെ ആയിപ്പോവും. നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ ഇതിങ്ങനെ മുറിഞ്ഞ് വീഴുന്ന പാകമായാൽ ഏകദേശം കുക്കായി. ഇതിപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഐസിട്ടിട്ട് വെള്ളമാക്കിയാലും മതി. തണുത്ത വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് ഒഴിച്ചാലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് വെന്ത് പോകാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഒരു പാൻ അടപ്പിൽ വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിടും. ചെറുതായിട്ട് കുത്തിപ്പൊടിച്ചെടുക്കില്ലേ, അതുമാതിരി ചെയ്ത വെളുത്തുള്ളി അതൊരു 2 ടീസ്പൂണോളം വേണം. ഒരു 2 സ്പൂൺ നിറച്ചിടുന്നത് നല്ലതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു. അധികം കുക്കായി പോകണ്ട. ജസ്റ്റ് അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് ഇങ്ങനെ ഒന്ന് വിട്ട് വരുമല്ലോ, ആ പരുവമായി കിട്ടിയാൽ മതി. അപ്പോഴത്തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ്. ഈ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ ചിക്കൻ ഇങ്ങനെ തന്നെ വാങ്ങിയതാണ്. നമ്മൾ ശരിയാക്കി എടുക്കുന്ന ചിക്കൻ ആയാലും മതി. അതിൽ നിന്ന് നമ്മൾ ഒരു ഫുൾ ചിക്കനൊക്കെ എടുക്കണമെങ്കിൽ നമുക്കതിൽ നിന്ന് ബ്രസ്റ്റ് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 400 ഗ്രാമോളം ഉണ്ട് ഈ ചിക്കൻ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കൂടുതൽ വെന്ത് പോകരുത്. ഈ ചിക്കൻ്റെ അളവൊക്കെ ഓരോരുത്തർക്കും വേണമെന്ന് അത്ര വീതം ഇടാം കേട്ടോ. കുട്ടികൾക്ക് കൂടുതൽ ചിക്കൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഇടാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കാം. അധികം ഉപ്പിടരുത്. ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ഇതിപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള വേവായി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വൈറ്റ് ഒനിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രിങ് ഒനിയൻ ഉണ്ടല്ലോ, സ്പ്രിങ് ഒനിയൻ്റെ ആ വൈറ്റ് ഒനിയനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് ആ സ്പ്രിങ് ഒനിയൻ്റെ ചുവട് ഭാഗം ഉണ്ടല്ലോ, അവിടെ കട്ട് ചെയ്തിട്ട് കിട്ടാലും മതി. എല്ലാവർക്കും ഇപ്പോൾ വൈറ്റ് ഒനിയൻ വാങ്ങാൻ കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗം ചില നമ്മൾ സ്പ്രിങ് ഒനിയൻ വാങ്ങുമ്പോൾ അതിൻ്റെ ആ ഫുൾ സെറ്റോടെ കിട്ടുക. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം, വൈറ്റ് ഭാഗം ഉള്ളത് നോക്കി കട്ട് ചെയ്തിട്ട് ചേർത്താലും മതി. ഫ്ലെയിം കൂടി തന്നെ ഇരിക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കുക. അത് സ്പൈസ് എത്രത്തോളം വേണോ അതനുസരിച്ചിടാം. ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്തത്. ഈ ക്യാരറ്റ് നമുക്ക് നീളത്തിൽ അരിഞ്ഞും ചേർക്കാം, സ്ലൈസ് ചെയ്യാതും ചേർക്കാം, അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ക്യാരറ്റ് ഇപ്പം നിളക്കുക. ഇതൊന്നും അധികം കുക്കായി പോകണ്ട. അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം, കുറച്ച് കളറുള്ള യെല്ലോ ക്യാപ്സിക്കം, റെഡ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം.
എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അധികം കുക്കായി പോകാതെ ഒരു ഹാഫ് കുക്ക് കഴിയുന്ന പാകം അത്ര മാത്രം മതിയാവും. ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, അത് നമ്മുടെ ക്വാണ്ടിറ്റി എത്ര വേണോ, ചിക്കൻ എന്തോരം ഉണ്ടോ അതനുസരിച്ചിട്ടിടുക. കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കണം. വിനീഗർ വളരെ കുറച്ച് മതി, ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. അത് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന്. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ മാഗി ക്യൂബിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കാം. കൊടുത്തു അത് നന്നായിട്ടൊന്ന് മെൽട്ടാകട്ടെ. ഈ ചിക്കൻ മാഗി കൂടി ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശരിയാക്കാൻ പറ്റില്ല എന്ന് കരുതണ്ട. പക്ഷേ ഇതൊക്കെ ചേരുമ്പോഴാണ് ഈ സ്പഗേറ്റിക്ക് ഒരു നല്ല ടേസ്റ്റായി കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇതൊക്കെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഡാർക്ക് സോയാ സോസ്, കുറച്ച് മതി, കാരണം നമ്മുടെ ഈ ക്വാണ്ടിറ്റി കുറച്ചേ ഉള്ളൂ. ഒരു ടീസ്പൂണൊക്കെ വെച്ചാൽ മതി. അതിലേക്ക് തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് ചില്ലി സോസ് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിരുന്ന സ്പഗേറ്റി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കാം. ഇതെല്ലാം ചേർക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിരിക്കണം. ഇതിലിപ്പോൾ ചിക്കൻ എടുത്തിരിക്കുന്ന അളവ് കറക്റ്റാണ്. ഞാൻ 200 ഗ്രാമേ എടുത്തിരുന്നുള്ളൂ ഈ സ്പഗേറ്റി. അപ്പോൾ അതിന് അത്രയും വേണമെന്ന് അത്രയും ചിക്കൻ ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഒനിയനും കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാം. ഇതിൽ കിടന്ന് തന്നെ ഇത് കുറച്ചും കൂടെ ഒന്ന് കുക്കാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ 80% ഇത് കുക്കായാൽ മതി എന്ന് പറഞ്ഞത്. അതിൻ്റെ പ്രത്യേകത വെച്ചല്ലാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികളെന്ന് പറഞ്ഞാൽ മുതിർന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണിത്. എൻ്റെ മോളുള്ളപ്പോഴായിരുന്നു ഇത് കൂടുതലും കഴിക്കുക. ഞാൻ എപ്പോൾ ശരിയാക്കിയാലും എൻ്റെ മോൾ ഇത് കഴിക്കും. അത് വെച്ചിരുന്നിട്ടും കഴിക്കും. അന്നൊക്കെ ഞാൻ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതലാക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് മോൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഫൈനൽ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതാ ഇതിൻ്റെ കളർ നോക്കൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം. ശരിക്കും ഞാൻ ശരിയാക്കാൻ തുടങ്ങിയത് മക്കൾക്ക് പല സമയങ്ങളിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് ചോറ് വേണ്ട, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഓർത്തു എന്താ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ യൂട്യൂബൊക്കെ തിരഞ്ഞപ്പോൾ പലരും നമുക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പല രീതിയിലാണല്ലോ ചെയ്യുക. അങ്ങനെ ഞാൻ പലരും ഇങ്ങനെ സ്പഗേറ്റി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടേതായ കുറച്ച് രീതിയിലായിരിക്കുമല്ലോ ചെയ്യുക. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ചെയ്തു നോക്കി. അപ്പോൾ അത് ശരിക്കും റിയലി ഇറ്റ് വാസ് വെരി ടേസ്റ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കൾക്കും ഇത് ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും അവരിത് ഫുള്ള് കഴിക്കുകയും ചെയ്യും.